ഓക്കെ, കുഞ്ഞുങ്ങളെ ഇത് എഴുതിയെടുത്തു. നമ്മൾ സർഫസ് ഏരിയ ആൻഡ് വോളിയം, ഞാൻ വോളിയം സർഫസ് ഏരിയ ഒരുമിച്ച് ഇക്വേഷൻസ് എല്ലാം പഠിപ്പിക്കുകയാണ്. കുറെ സോളിഡ് ഫിഗേഴ്സ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. ആ ഫിഗേഴ്സ് സോളിഡ്സിന്റെ ഒക്കെ എന്താണ് സർഫസ് ഏരിയയും അതേപോലെ തന്നെ വോളിയമാണ് പഠിക്കാനുള്ളത്. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഒരു സർഫസിന്റെ അല്ല ഒരു 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 ഒബ്ജക്റ്റിന്റെ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് തൊടാൻ പറ്റുന്ന ഒരു സർഫസിന്റെ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് തൊടാൻ പറ്റുന്ന ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്റ്റേണൽ. അതിനെയാണ് നമ്മൾ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എന്താണ് സോളിഡിനകത്ത് എത്രത്തോളം എയറോ അല്ലെ വാട്ടറോ ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഉൾക്കൊള്ളും എന്നുള്ളതാണ് നമ്മൾ ഈ വോളിയം കൊണ്ട്. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, ഇതൊരു ഹെമിസ്ഫിയർ എന്ന് പറയുന്ന ഒരു ഷേപ്പാണ് അല്ലെ. ഇതിനകത്ത് എത്രത്തോളം ഐറ്റങ്ങൾ ഉൾക്കൊള്ളും, വെള്ളം ഒഴിച്ചാൽ എത്രത്തോളം വെള്ളം ഉൾക്കൊള്ളും, അല്ലെങ്കിൽ എത്രത്തോളം എന്താണ് ഇപ്പം വേറെ ഇല്ലെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് എയർ നിറഞ്ഞിരിക്കുക, എത്രത്തോളം എയർ ഇതിനകത്തുണ്ട്, അതാണ് അതിന്റെ വോളിയം. സർഫസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇതിന്റെ ഈ തൊടാൻ പറ്റുന്ന ഈ ഭാഗം, ഇത് ഔട്ടർ സർഫസ്, ഇതാണ് സർഫസ് എന്ന് പറയുന്നത്, സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെല്ലാം ഹോളോ സിലിണ്ടറിന്റെ അല്ല നമ്മൾ, അല്ലെ സോറി, ഹോളോ ആയിട്ടുള്ള ഒബ്ജക്റ്റുകളുടെ ഷേപ്പ് അല്ല നമ്മൾ, അല്ലെങ്കിൽ ഏരിയയും വോളിയം അല്ല നമ്മൾ കണ്ടുപിടിക്കുന്നത്, കംപ്ലീറ്റ്ലി ഫിൽഡ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇതിനകത്ത് ഞാൻ സിമെന്റ് ഇട്ട് ഇതിനെ ഇവിടെ അങ്ങ് എന്ത് ചെയ്യാം, നിറച്ച് ഇതിനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തിരിക്കുക, ഇതിനെ ഓക്കെ, ഇതിനകത്ത് ഞാൻ സിമെന്റ് ഇട്ട് നിറച്ച് ഇതിനെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇതൊരു എന്താണ്, ഹെമിസ്ഫിയർ. ഒരു സെക്കൻഡ്, ഓക്കെ, ഇതിനകത്ത് കംപ്ലീറ്റ്ലി സിമെന്റ് ഇട്ട് നിറച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഈ ഷേപ്പ്, അതാണ് ശരിക്കും പറഞ്ഞ ഒരു സോളിഡ് ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ഷേപ്പുകളെല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഷേപ്പുകളാണ്, അകം പൊള്ളയല്ല എന്നുള്ള കാര്യം, എന്നുള്ള ഒരു എന്താണ് ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം കേട്ടോ. അകം പൊള്ളയാണ് ചിന്തിക്കരുത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം അതിനകത്ത് പഠിക്കാൻ പോകുന്ന ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, ക്യൂബിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്, ക്യൂബ്. ഓക്കെ, അപ്പം എഴുതിക്കോളൂ, ക്യൂബിനകത്ത് ക്യൂബ് എന്ന ഹെഡിങ് എഴുതുക, ക്യൂബ് എന്ന ഹെഡിങ് എഴുതുക, ക്യൂബ് എന്ന ഹെഡിങ് എഴുതുക. അതിനകത്ത് ആദ്യം നമ്മൾ എന്നിട്ട് ക്യൂബ് വരയ്ക്കുക. ക്യൂബ് വരയ്ക്കാൻ എളുപ്പമാണ്, ഇങ്ങനെ വരച്ചാൽ മതി. ഒരു സ്ക്വയർ വരയ്ക്കുക, അതിന്റെ മണ്ടക്കൂടെ തന്നെ ഒരു സ്ക്വയർ തന്നെ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇതിനെ ഇവിടെ ജോയിൻ ചെയ്യുക, അതേപോലെ തന്നെ ഇതിനെ ഇവിടെ ജോയിൻ ചെയ്യുക, ഇതിനെ ഇവിടെ ജോയിൻ ചെയ്യുക, ഇതിനെ ഇവിടെ ജോയിൻ ചെയ്യുക. കണ്ടോ, ഇതാണ് ക്യൂബ്. ഓക്കെ, നോക്കിക്കോളൂ. അപ്പൊ ക്യൂബിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ, ക്യൂബിന്റെ എല്ലാ സൈഡുകളും എന്താണ്, ക്യൂബിന് 6 ഫേസസ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6 ഫേസസ്. നോക്കി, എല്ലാം സ്ക്വയർ ഫേസ്. അതുണ്ട്, ഇവിടെ ഒരു ഫേസ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു ഫേസ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ, അതേപോലെ തന്നെ ഈ താഴെ ബേസിലൊരു, പിന്നെ എന്താണ് ടോപ്പിലൊരു. കണ്ടോ,
അപ്പൊ മൊത്തം 6 ഫേസുകളുണ്ട്, 6 സർഫസുകളുണ്ട് ഇല്ലേ? ആ ഒരു സർഫസ് സ്ക്വയർ പോലെ ഇരിക്കുന്നത് കൊണ്ട് ഒരു സർഫസിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ സ്ക്വയർ ഫേസ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഒരെണ്ണത്തിന്റെ എ സ്ക്വയർ ഇല്ലേ? കാരണം ഇതിന്റെ എല്ലാത്തിന്റെയും സൈഡിന്റെ ലെങ്ത് എ ആയിട്ട് എടുക്കുവാണെങ്കിൽ, കണ്ടോ, എല്ലാം എ ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്താണ് ഇങ്ങനെ എഴുതത്തില്ലയോ? അതായത് ഏരിയ ഓഫ് വൺ സ്ക്വയർ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എത്ര? 6 ഫേസ് ഉണ്ട്. അപ്പൊ എന്താ 6 into a സ്ക്വയർ ചെയ്താൽ മതി, അതായത് 6 a സ്ക്വയർ ആണ്. എന്നാൽ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്ന ഇക്വേഷൻ, ലാറ്ററൽ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ ടോപ്പ് ആയിട്ടുള്ള പോർഷനും ഈ ബോട്ടം പോർഷനും കൂട്ടത്തില്ല. ബാക്കി എത്ര പോർഷനാ? 4 പോർഷൻ. അപ്പൊ 4 പോർഷൻ ഏരിയ ഇത് ചെയ്യുമ്പോഴത്തേക്ക് എത്ര? 4 into a സ്ക്വയർ ആണ്. ഓക്കെ ആണല്ലോ? ഇനി ഇതിന് വോളിയം കൂടെ കണ്ടുപിടിക്കണം. വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ? വോളിയം ഈസ് ഈക്വൽ ടു a into a. അതിന്റെ ലെങ്തും a ആണ്, ബ്രെഡ്ത്തും a ആണ്, ഹൈറ്റും a ആണ്. a into a ക്യൂബ്. ഇത്രയുമാണ് ക്യൂബിന്റെ കാര്യം പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്തത് നോക്കിക്കോളൂ. ക്യൂബോയിഡിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ക്യൂബോയിഡ് എന്താണ് ക്യൂബോയിഡ്? ക്യൂബോയിഡ് എന്ന് പറയുമ്പോൾ ഈ ഷേപ്പിനെയാണ് നമ്മൾ ക്യൂബോയിഡ് എന്ന് പറയുന്നത്. നോക്കിയേ, ഈ ഷേപ്പിനെയാണ് നമ്മൾ ക്യൂബോയിഡ് എന്ന് പറയുന്നത്. കണ്ടോ? ഈ ക്യൂബോയിഡിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സർഫസ് മൊത്തം ക്യൂബോയിഡിന് 6 സർഫസ് ഉണ്ട്. 1, അതേപോലെ തന്നെ ഈ മണ്ടക്കത്തെ 2, അതേപോലെ തന്നെ അതിന്റെ ഇപ്പുറത്തെ സൈഡ് 3, ബാക്ക് സൈഡ് 4, പിന്നെന്താ ഈ സൈഡ് 5, ഈ സൈഡ് 6. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിന്റെ ഏരിയ സെയിം ആയിരിക്കുമല്ലോ. നോക്കിക്കോ, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ വേണ്ട ഈ സർഫസിന്റെ ഏരിയയും അതേപോലെ ഈ സർഫസിന്റെ ഏരിയയും സെയിം ആയിരിക്കും. അതേപോലെ ഈ സർഫസിന്റെ ഏരിയയും അതിന് ഓപ്പോസിറ്റ് ഉള്ള ഈ സർഫസിന്റെ ഏരിയയും സെയിം ആയിരിക്കും. അതേപോലെ തന്നെ ഈ സർഫസിന്റെയും അതേപോലെ അതിന് ഓപ്പോസിറ്റ് ഉള്ള ഈ സർഫസിന്റെ ഏരിയയും സെയിം ആയിരിക്കും. അപ്പൊ ഇതിന് 3 അളവുണ്ട് ഇവിടെ. ഒന്ന് ഇതിന്റെ ലെങ്ത് ഇതാണ്, ഒന്ന് ഇതിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇതാണ്, അതേപോലെ ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. കണ്ടോ, ഇത്രയും ഹൈറ്റ് കണ്ടോ, ഇത്രയും ഹൈറ്റ്. അപ്പൊ ഞാനത് വരച്ചൂടെ കാണിക്കാം, നിങ്ങൾ നോക്കിക്കോളൂ, വരച്ചൂടെ കാണിക്കാം. ക്യൂബോയിഡിന് നിങ്ങൾ 2 റെക്റ്റാങ്കിൾ വരച്ചാൽ മതി. കണ്ടോ, 1, അതേപോലെ അടുത്തത് ഇവിടെ. എന്നിട്ട് ഇവിടെ ഇതിങ്ങനെ, അതേപോലെ തന്നെ ഇതിങ്ങനെ, അതേപോലെ തന്നെ ഇതിങ്ങനെ, അതേപോലെ തന്നെ ഇനി ഇവിടെ നമുക്ക് ഇതിനെ ലെങ്ത് ആയിട്ട് എടുക്കാം. കണ്ടോ, ഇതിനെ ലെങ്ത് ആയിട്ട് എടുക്കാം, ഇതിനെ ലെങ്ത് ആയിട്ട് എടുക്കാം, ഇതിനെ ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കാം, ഇതിനെ ഹൈറ്റ് ആയിട്ട് എടുക്കാം. ഞാൻ വേറെ ഇത് ഉപയോഗിക്കും. ഇത് ലെങ്ത്, അതേപോലെ ഇത് ബ്രെഡ്ത്ത്, അതേപോലെ തന്നെ ഇത് ഹൈറ്റ്. അപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ 4 കണ്ടോ, ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇതിന്റെ ലെങ്ത് L, ഇതിന്റെ കണ്ടോ, ഇതിന്റെ തന്നെ ഈ ഭാഗം ഹൈറ്റ് ആണ്, ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? L into H അല്ലേ ചെയ്യുന്നത്? ഇതേപോലെ തന്നെ അപ്പുറത്ത് ഇതേ ലെങ്തിലും ഇതേ ഹൈറ്റിലും ഒരെണ്ണം ഉണ്ടല്ലോ, അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനും L into H അല്ലേ? അപ്പം ഇതിന്റെ ആ 2 സർഫസിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ 2 into L into H ആയി. അതേപോലെ തന്നെ ഈ സർഫസ് തന്നെ ഇങ്ങോട്ടേക്ക് വരച്ചു കഴിഞ്ഞാൽ ഈ സർഫസ് തന്നെ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, ഇല്ലേ? ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഇത് ഹൈറ്റ് H, ബ്രെഡ്ത്ത് B ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ? B into H. ഇതിന് അതേപോലെ തന്നെ അപ്പുറത്തും ഒരു സൈഡ് ഉണ്ടല്ലോ, ഇത് ഹൈറ്റ്, ഇത് ബ്രെഡ്ത്ത്, ഇത്. അപ്പൊ ഇത് എന്ത് തന്നെയാ? B into H. ഇനി മോളിൽ ഒരെണ്ണം ഇല്ലേ, ടോപ്പിൽ ഒരെണ്ണം ഇല്ലേ, ടോപ്പ്. ഈ ടോപ്പിന്റെ ലെങ്ത് L എന്താണ് അതിന്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ B തന്നെ വരുന്നത്. അതപ്പോ അതിന്റെ L into B ആണ്, ഇല്ലേ? താഴെയും അതേപോലെ തന്നെ അതിന് അതേ സെയിം ഏരിയ ഉള്ള L-ഉം B-യും. അപ്പൊ എന്താ? L into B. അപ്പൊ ഈ സർഫസുകളുടെ എല്ലാം ഏരിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. അതെങ്ങനെയാന്ന് നോക്കിക്കോണം. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി 2 into LB plus LH plus BH. കാരണം എല്ലാ സൈഡും 2 എണ്ണം വെച്ചുണ്ട്, അതുകൊണ്ടാണ് 2H മൾട്ടിപ്ലൈ ചെയ്തത്, ഇല്ലയോ? ഇനി ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താ അറിയോ? ലാറ്ററൽ സർഫസ് എന്ന് പറയുമ്പോൾ ഏത് മാത്രമേ ഉള്ളൂ? ടോപ്പും ബോട്ടവും ഇല്ല. അതായത് ഈ മുകളിലുള്ള ഭാഗവും അതേപോലെ തന്നെ താഴെയുള്ള ഭാഗവും ഇല്ല. ബാക്കിയുള്ള 4 സൈഡും ഉണ്ട്. 4 സൈഡിൽ ഒരു സൈഡിൻ്റെത് L into H ആണ്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡും L into H. അതായത് ഈ സൈഡും അതിന്റെ അപ്പുറത്തെ സൈഡും. പിന്നെ ഇവിടെ ഉള്ള സൈഡും ഇവിടെ ഉള്ള സൈഡേ ഉള്ളൂ 4 സൈഡ്, മുകളിലത്തെ 2 സൈഡ് ഇല്ല. ഇത് L, ഇത് H ആയതുകൊണ്ട് ഇത് L into H.
ഇതും എൽ ഇൻറ്റു എച്ച് ആവും. ഇത് എച്ചും ഇത് ബിയും ആയതുകൊണ്ട് ഇത് ബി ഇൻറ്റു എച്ച്, ഇതും എന്ത് തന്നെയാണ് ബി ഇൻറ്റു എച്ച്. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ചെയ്താൽ അത് തമ്മിൽ ആഡ് ചെയ്താൽ അപ്പൊ 2 ഇൻറ്റു എന്തെന്ന് എഴുതിയാൽ മതി, എൽ എച്ച് പ്ലസ് ബി എച്ച് എന്ന് എഴുതിയാൽ മതി. ഇതായിരിക്കും ടോട്ടൽ സർഫസ് ഏരിയ. ഇനി വോളിയം പറയുന്ന സമയത്ത് വോളിയം എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്, എൽ ബി എച്ച് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉള്ളവർ ചോദിക്കണം, ഡൗട്ട് ഉള്ളവർ ചോദിക്കണം. അതേപോലെ തന്നെ അടുത്ത ഒരു സോളിഡ് നമുക്ക് പഠിക്കാനുള്ളത് സോളിഡ് സിലിണ്ടർ ആണ്, അതായത് സിലിണ്ടർ ആണ്. സിലിണ്ടർ 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 സിലിണ്ടറിനകത്ത് നമുക്ക് എപ്പോഴും സിലിണ്ടർ തന്നെ ഇങ്ങനെ ആയിരിക്കുന്നത് അല്ലേ, സിലിണ്ടർ തന്നെ ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടിരിക്കുന്നതാണ്, അകം പൊള്ളയല്ല കേട്ടോ, അകത്ത് സ്പേസ് ഒന്നും ഇല്ല കംപ്ലീറ്റ്ലി. പക്ഷെ ഞാൻ ഈ കാണിക്കുന്ന സിലിണ്ടർ അകം പൊള്ളയാണ് കേട്ടോ, ഇത് സിലിണ്ടർ ആണ്, ഈ സിലിണ്ടർ അകം പൊള്ളയാണ്, മനസ്സിലായി? ഇത് അകം പൊള്ളയല്ല, അകത്ത് എന്താ ഫുള്ളി ഫിൽഡ് ആയിട്ടിരിക്കുവാണെങ്കിൽ ഈ സിലിണ്ടറിന് എത്ര സർഫസ് ഉണ്ട്, ഇവിടെ നമുക്ക് പിടിക്കാം. ഇത് ഈ ഒരു സർഫസ് ഉണ്ട്, പിന്നെ ഈ മുകളിൽ ഒരു സർഫസ് ഉണ്ട്, താഴെ ഒരു സർഫസ് ഉണ്ട് അല്ലേ. അപ്പൊ മൊത്തം 3 സർഫസ് ആണ്. ആ 2 സർഫസ് എങ്ങനെ ആയിരിക്കും അറിയാമോ, സർക്കുലർ. ഇതും അതേപോലെ ഇതും എന്ത് തന്നെയാ, സർക്കുലർ ആണ്. എന്നാൽ ഇത് കർവ്ഡ് ആണ് അല്ലേ. കർവ്ഡ് സർഫസും ഇത് ടോപ്പ്, ഇത് രണ്ടും സർക്കുലർ സർഫസ് ആണ്. അപ്പൊ നമ്മൾ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ളത് കൊണ്ട് ടോപ്പും ബോട്ടവും കൂടെ ചേർത്തിട്ട് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. ഇവിടെ ഇവിടെ ടോപ്പും ബോട്ടവും മാറ്റി കഴിഞ്ഞാൽ പിന്നെ ലാറ്ററൽ സർഫസ് എന്ന് നമ്മൾ അവിടെ പഠിച്ചത്, ഇവിടെ ലാറ്ററൽ സർഫസ് അല്ല, അതിങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ട്, അതിനെ നമ്മൾ കർവ്ഡ് സർഫസ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കർവ്ഡ് സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു തന്നെ ഇങ്ങനെ എഴുതാം. നോക്കിക്കോളൂ, ഇതിന്റെ ഹൈറ്റ്, ഈ സിലിണ്ടറിന്റെ ഹൈറ്റിനെ നമ്മൾ എച്ച് ആയിട്ടും സിലിണ്ടറിന്റെ റേഡിയസിനെ നമ്മൾ ആർ ആയിട്ടും എടുക്കുകയാണെങ്കിൽ ഇതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ, അതായത് നമ്മൾ നേരത്തെ ഇതുവരെ പറഞ്ഞ എൽ എസ് എ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയാമോ, അതായത് 2πr/h ആയിരിക്കും. കാണാതെ പഠിക്കണം, കർവ്ഡ് സർഫസ് ഏരിയ 2πr/h. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താ അറിയോ, ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ അതിന്റെ ബേസ് ഏരിയ എന്ന് കൂടെ കൂട്ടത്തില്ലേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 2 ഇൻറ്റു എന്ത് ചെയ്യാം, 2 ഇൻറ്റു ഏരിയ ഓഫ് സർക്കിൾ പ്ലസ് എത്രയാ, കർവ്ഡ് സർഫസ് ഏരിയ ചെയ്താൽ പോരെ. 2 ഇൻറ്റു ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുമ്പോൾ 2πr² ആണ്, പ്ലസ് എന്താണ്, അതായത് ഏരിയ ഓഫ് സർക്കിൾ πr², 2 ഇൻറ്റു വരുമ്പോൾ 2 ഇൻറ്റു πr², 2 ഇൻറ്റു πr² ഈസ് ഈക്വൽ ടു പ്ലസ് എത്രയാ, കർവ്ഡ് സർഫസ് ഏരിയ 2πr/h ആണ്. അപ്പൊ ഇവിടെ നിന്ന് 2πr കോമൺ എടുക്കുവാണെങ്കിൽ ബാക്കി എന്തെന്ന് വരും, r+h എന്ന് വരും. കണ്ടോ, ഇതാണ് അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. ഈ ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി, കാണാതെ പഠിക്കണ്ട, ഇത് മനസ്സിലാക്കി തന്നെ പഠിച്ചാൽ മതി. ഈ ഏരിയയും ഈ വട്ടത്തിലുള്ള ഇതിന്റെ ഏരിയയും കൂടെ കൂട്ടുമ്പോഴാണ് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടുന്നത്. അങ്ങനെ തന്നെ പഠിക്കണം. ചിലപ്പം മുകളിലത്തെ ഏരിയ, മുകളിലത്തെ ഇത് ഓപ്പൺ ആണ് എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ അതിനർത്ഥം അതിന് 2 സർഫസേ ഉള്ളൂ, ഈ കർവ്ഡ് സർഫസും താഴത്തെ സർഫസേ ഉള്ളൂ, അതായത് ഇങ്ങനെ. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ ഈ കർവ്ഡ് സർഫസിലൂടെ ഒരു സർക്കിളിന്റെ ഏരിയ കൂട്ടിയാൽ മതി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അർത്ഥം മനസ്സിലാക്കി തന്നെ ഇത് പഠിക്കുക എന്നുള്ളതാണ്. ഇനി വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി വോളിയം ഈസ് ഈക്വൽ ടു πr²h ആയിരിക്കും. അതും കാണാതെ പഠിക്കുക, πr²h. കർവ്ഡ് സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ, വോളിയം. ഇനി സിലിണ്ടർ പോലെ തന്നെയുള്ള വേറൊരു സർഫസ് ആണ് കോൺ എന്ന് പറയും. കോൺ നമുക്ക് തിരിച്ച്, അതായത് കോൺ ഐസ്ക്രീം നമ്മൾ താഴ്ത്തി പിടിച്ചാൽ ഇത് നമുക്ക് നമ്മുടെ തലയിൽ ബർത്ത്ഡേക്ക് വെക്കുന്ന ഒരു ടൈപ്പ് തൊപ്പിയില്ലേ, അത് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, കോണിന്റെ ഹൈറ്റ് എപ്പോഴും ഇതായിരിക്കും. കോണിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതായിരിക്കും കോണിന്റെ ഹൈറ്റ്. കോണിന്റെ റേഡിയസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതായിരിക്കും, കോണിന്റെ റേഡിയസ് ഇതായിരിക്കും. കോണിന്റെ ചരിവ് ഉയരം, സ്ലാന്റ് ഹൈറ്റ്, എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലാന്റ് ഹൈറ്റ് ആണ്. സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും, ഓക്കെ. അപ്പൊ നമുക്ക് സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പലപ്പോഴും സ്ലാന്റ് ഹൈറ്റ് തരത്തില്ല. എന്നാൽ സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിച്ചാലേ ഇതിന്റെ ഏരിയയും അതേപോലെ ടോട്ടൽ സർഫസ് ഏരിയയും കർവ്ഡ് സർഫസ് ഏരിയ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ L ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എന്താണെന്ന് അറിയാമോ, r² + h² ആയിരിക്കും. അതാദ്യം, കാരണം ഇത് പൈതഗോറസ് തിയറം വെച്ചിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെയാണെന്ന് അറിയാമോ,
നോക്കിയോ, ഇത് 90 ഡിഗ്രി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ബേസ് എന്ന് പറയും, ഇത് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയും, ഇത് ഹൈപ്പർടെന്യൂസ് എന്നും പറയും. ശരിയല്ലേ? അപ്പൊ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം 90 ഡിഗ്രി ട്രയാങ്കിളിനകത്ത്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പർടെന്യൂസ് സ്ക്വയർ എൽ സ്ക്വയർ ഈക്വൽ എത്രയാ? ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ, ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അവിടുന്ന് എൽ സ്ക്വയർ ഈക്വൽ റൂട്ട് ഓഫ് എന്തെന്ന് എഴുതാം? ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെ സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കാം. ഇനി കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കോൺ ഐസ്ക്രീം പിടിച്ച് കഴിക്കുകയാണെങ്കിൽ ആ കോൺ ഐസ്ക്രീമിൽ നമ്മൾ പിടിക്കുന്ന ഭാഗത്തിനെയാണ് അതിന്റെ കർവ്ഡ് സർഫസ് എന്ന് പറയുന്നത്. കർവ്ഡ് സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ പൈ ആർ എൽ ഐ. ഇനി ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എത്ര സർഫസ് ഉണ്ട് കോണിന്? ആ കർവ്ഡ് ആയിട്ടുള്ളത് ഈ സർഫസും ഉണ്ട്, ഇതിന്റെ ബോട്ടം സർഫസ്, അത് സർക്കിളാണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ കർവ്ഡ് സർഫസ് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഏരിയ ഓഫ് സർക്കിൾ, അതായത് ബേസ് ആണ്, ബേസിന്റെ ബേസ് പോർഷൻ അല്ലേ? ബേസ് പ്ലസ് എത്രയാണ്? കർവ്ഡ് സർഫസ് ഏരിയ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഇത് പൈ ആർ സ്ക്വയർ പ്ലസ് എത്രയാ? പൈ ആർ എൽ ആണ്. അവിടെ നിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം? അവിടെ നിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം? പൈ ആർ കോമൺ എടുത്തു കഴിഞ്ഞാൽ, പൈ ആർ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ? ആർ പ്ലസ് എൽ എന്ന് വരും. കണ്ടോ? ഇതാണ് ടോട്ടൽ സർഫസ്. ഇനി ഇതിന്റെ വോളിയം ഒരു സ്പെസിഫിക് ഇക്വേഷൻ ആണ്. വോളിയം ഈസ് ഈക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആയിരിക്കും. അതും കാണാൻ. ഓക്കെ ആണല്ലോ. ഇനി ഒരു ഷേപ്പ് കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നല്ല രണ്ട് ഷേപ്പ് കൂടെ പഠിക്കാനുണ്ട്. നോക്കിക്കോളൂ. ഒന്ന് സ്പിയർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരേണ്ടത് എർത്ത് വരണം, അല്ലെങ്കിൽ ഒരു റബ്ബർ ബോളോ ഫുട്ബോളോ വരണം. കണ്ടോ? ഞാൻ അതിനെ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി. ഇതിന്റെ അപ്പുറത്തൂടെ ഇങ്ങനെ ഒരു ഭാഗവും കൂടെ പോകുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഇങ്ങനെ ഒരു ഭാഗം കൂടെ പോകുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് അപ്പുറത്തായതുകൊണ്ടാണ് ഞാൻ ഡോട്ടർ ഇട്ട് വരയ്ക്കുന്നത്. അപ്പുറത്തായതുകൊണ്ടാണ് നമ്മൾ ഡോട്ടർ ഇട്ട് വരയ്ക്കുന്നത്. കണ്ടോ? ഇങ്ങനെ. അപ്പൊ നമുക്കറിയാം ഇതിനൊരു റേഡിയസ് ഉണ്ടല്ലോ. കണ്ടോ? ഇതാണ് അതിന്റെ സെന്റർ. ഇങ്ങോട്ട് വരച്ചാലും അതിന്റെ റേഡിയസ് ആണ്, മുകളിലോട്ട് വരച്ചാലും അതിന്റെ റേഡിയസ് ആണ്, ഈ സൈഡിലോട്ട് വരച്ചാലും അതിന്റെ റേഡിയസ് ആണ്, ഈ സൈഡിലോട്ട് വരച്ചാലും അതിന്റെ റേഡിയസ് ആണ്, ഇനി താഴോട്ട് വരച്ചാലും എന്താ? റേഡിയസ് ആണ്. ശരിയല്ലേ? ഒരു സ്പിയറിനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ശരിയല്ലേ? അപ്പൊ സ്പിയറിന്റെ റേഡിയസ് തൽക്കാലം ഞാൻ ഓക്കെ. സ്പിയർ ഒറ്റ സർഫസേ ഉള്ളൂ വട്ടത്തിലുള്ളത്. അതിനെ നമ്മൾ സർഫസ് ഏരിയ, അതായത് ടോട്ടൽ സർഫസ് ഏരിയ അല്ലെ സർഫസ് ഏരിയ ഓഫ് എന്താണ് എടുക്കുന്നത്? സ്പിയർ എന്നാണ് എടുക്കുന്നത്. സർഫസ് ഏരിയ ഓഫ് സ്പിയർ. സർഫസ് ഏരിയ ഓഫ് സ്പിയർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണെന്ന് അറിയാമോ? 4 പൈ ആർ സ്ക്വയർ ആയിരിക്കും. കാണാൻ പഠിക്കണം. ഇത് സ്മോൾ ആർ ആണ്, 4 പൈ ആർ. ഓക്കെ. ഇനിയും നമുക്ക് ഇതിന്റെ വോളിയം കണ്ടുപിടിക്കാം. വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ ഇത് 4/3 പൈ ആർ ക്യൂബ് കാണാൻ പഠിക്കാം. 4/3 പൈ ആർ ക്യൂബ്. ഓക്കെ. ഇനി ഈ ഹെമിസ്പിയറിനെ, ഇത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഒരു സ്പിയർ ആണ് കേട്ടോ. ഈ സ്പിയറിനെ ഞാൻ നടുക്കുന്ന് കട്ട് ചെയ്യുക. അങ്ങനെയുള്ള ഒരു ഇതിനെ, ഈ ഫുട്ബോൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഫുട്ബോളിന്റെ അകം പൊള്ളയാണല്ലോ, അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. എർത്ത് ചിന്തിച്ചാൽ മതി. എർത്തിനെ ഞാൻ നടുക്കുന്ന് ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്താ? ഫിൽഡ് ആയിട്ടിരിക്കുന്ന ഒരു സോളിഡ് ആയിട്ടുണ്ട്. അതിന് രണ്ട് ഹെമിസ്പിയർ, അതായത് നിങ്ങളൊരു സ്പിയറിനെ നടുക്കുന്ന് കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഇങ്ങനെയുള്ള ഒരു അടുത്ത ഹെമിസ്പിയർ എന്ന് എഴുതുക. നിങ്ങൾ ഒരു സ്പിയറിനെ എടുത്തിട്ട് അത് നടുക്കൂന്ന് തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്പിയറിനെ നടുക്കൂന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നതെന്ന് അറിയാമോ? then ഇങ്ങനെ രണ്ട് പീസ് കിട്ടും. അതായത് ഒരു പീസ് തന്നെ ഇങ്ങനെ, അല്ലേ? ഒരു പീസ് ഇങ്ങനെ മുകളിൽ കണ്ടോ? ഇങ്ങനെ രണ്ട് പീസാണ് കിട്ടുന്നത്. ശരിയല്ലേ? അപ്പം ഇത് ഫിൽഡ് ആയിട്ടിരിക്കുന്ന ആലോചിച്ചോണം. ഇതിനകത്ത് ഫുൾ സിമെന്റ് ഇട്ട് നിറച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെയാണ് ഇതിരിക്കുന്നത്, ഫിൽഡ് ആയിട്ട്, ഈ ഷേപ്പിൽ ഫിൽഡ് ആയിട്ട്. അതായത് നമ്മുടെ ചിരട്ട പോലെ ഇരിക്കും. ചിരട്ടയുടെ എന്താണ്?
ചിരട്ടയ്ക്കകത്ത് ഞാൻ സിമെന്റ് ഇട്ടിട്ട് കംപ്ലീറ്റ് ഇതാണ് ഹെമിസ്ഫിയർ. ഈ പാത്രം ഹെമിസ്ഫിയർ ആണ്. എന്നാൽ ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യാം, ഫുള്ള് ഈ ഒരു ലെവലില് സിമെന്റ് ഇട്ട് നിറച്ച് ഇങ്ങനെ ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്പിയറിന് ഒരു സർഫസേ ഉള്ളായിരുന്നു, പക്ഷേ ഹെമിസ്ഫിയറിന് രണ്ട് സർഫസ് ഉണ്ട്. ഏതൊക്കെയാ? രണ്ട്, ഈ ഒരു സർഫസും ഉണ്ട്, ഈ ഒരു കേർവ്ഡ് സർഫസും ഉണ്ട്. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ പഠിക്കാം. ഒന്ന്, കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാന്നറിയോ? 2πr² എന്ന് എഴുതാം. അതെങ്ങനെ അങ്ങനെ വന്നേന്നറിയോ? മൊത്തം സർഫസിന്റെ പകുതി സർഫസിലല്ലേ നമുക്കിപ്പോ ഇവിടെ തൊടാൻ പറ്റുക. മൊത്തം സ്പിയറിന്റെ സർഫസ് ഏരിയ 4πr² ആണെങ്കിൽ അതിന്റെ പകുതി എത്രയായിരിക്കും? 2πr². പക്ഷെ ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ 2πr² എന്ന് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ അറിയോ? ഈ സർഫസിന്റെ കൂടെ ഈ ഒരു സർഫസ് കൂടെ കയറി വരുന്നുണ്ട് അവിടെ. മനസ്സിലായോ? അപ്പൊ ഇവിടുത്തെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, കേർവ്ഡ് സർഫസ് ഏരിയയുടെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യണം? അതായത് ഈ സർക്കുലർ ഏരിയ കണ്ട, ഇതിന്റെ റേഡിയസ്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. ഈ നടുക്കൂന്ന് ഇങ്ങോട്ടുള്ളത് റേഡിയസ് ആണോ? അതേപോലെ തന്നെ ഈ നടുക്കൂന്ന് ഈ താഴോട്ടുള്ളത് ഇതും എന്ത് തന്നെയാ? സ്മോളർ ആണ്. താഴോട്ടുള്ളത് എന്ത് തന്നെയാ? ഇതും റേഡിയസാ. ഇതും എന്ത് തന്നെയാ? ഇതും റേഡിയസാ. ഇതും എന്ത് തന്നെയാ? ഇതും റേഡിയസാ. ഇതും എന്ത് തന്നെയാ? അതും റേഡിയസാ. ശരിയല്ലേ? ആണോ? അപ്പൊ നിങ്ങൾ എപ്പോഴും ആലോചിച്ചോണം, ഇങ്ങോട്ട് റേഡിയസ് എടുക്കുന്ന പോലെ ഹെമിസ്ഫിയറിന്റെ റേഡിയസ് ഇങ്ങോട്ട് എടുക്കുന്ന പോലെ, അതായത് നടുക്കൂന്ന് ഇങ്ങോട്ട് എടുക്കുന്ന പോലെ തന്നെ ഉള്ളൂ നടുക്കൂന്ന് തന്നെ ഇങ്ങോട്ടും എടുക്കുന്നത്. മനസ്സിലായോ? ഇത് രണ്ടും റേഡിയസ് ആണെന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, ഇനി ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആ സർക്കുലർ ഏരിയ ഓഫ് സർക്കിൾ അത് ബേസ് പോർഷന്റെ ആണ്. ബേസ് പോർഷൻ പ്ലസ് എന്ത് ചെയ്താൽ മതി? കേർവ്ഡ് സർഫസ് ഏരിയ ചെയ്താൽ മതി. ഏരിയ ഓഫ് സർക്കിൾ πr² ആണ്. കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും 2πr². അപ്പൊ πr²ഉം 2πr² കൂടെ കൂട്ടുമ്പോൾ 3πr² ആയിരിക്കും അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. ഇനി ഇതിന്റെ വോളിയം കൂടെ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാ? വോളിയം മറ്റ് ആദ്യത്തെ 4/3πr³ ആണെങ്കിൽ ഇത് അതിന്റെ പകുതിയാണ്. അപ്പൊ 4/3πr³ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 4ഉം 2ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ 2/3πr³ വരും. 2/3πr³ കേട്ടോ. ഇതാണ്. അപ്പൊ ഇത്രയുമേ ഉള്ളൂ നമുക്ക് സോളിഡിന്റെ ഇത് പഠിക്കാനായിട്ട്. ഇനി നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്. ചെറുതാക്കാം, നിങ്ങൾ എഴുതാനുള്ള എഴുതുക, എവിടൊക്കെ എഴുതാനുണ്ടോ അത് എഴുതുക. ഇത് സ്പിയർ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് വേണമായിരുന്നു എഴുതാൻ, ഞാനത് എഴുതിയില്ല. ഇത് സ്പിയർ ആണ്. ഡൗട്ട് ഉള്ളവർ ചോദിക്കണം. ഓക്കെ, അതിനകത്ത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തേക്കാം. നോക്കിക്കോളൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പെട്ടെന്ന് ചെയ്യാണ്. നിങ്ങൾ നോക്കിക്കോണം. അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ അതായത് എക്സസൈസ് നമ്പറും ക്വസ്റ്റ്യൻ നമ്പറും ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തെ ഫസ്റ്റ് എക്സസൈസിന്റെ അത് ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്ഥലം ഇടുക. എന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻ എഴുതും, അതിന്റെ കൂടെ സ്പീഡിൽ എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എഴുതുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്ഥലം ഇടുക, ആൻസർ എഴുതുക, പിന്നീട് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഓക്കെ, 2 ക്യൂബ്സ്. ആ സമയം വരെ ക്വസ്റ്റ്യൻസ് നല്ലതായിട്ട് വായിക്കണം. 2 ക്യൂബ്സ് ഈച്ച് ഓഫ് വോളിയം 64 സെന്റിമീറ്റർ ക്യൂബ് are joined end to end. Find the surface area of resulting cuboid. അതായത് രണ്ട് ക്യൂബിനെ നമുക്കറിയാലോ. ഇപ്പൊ ഒരു ക്യൂബ് തന്നെ ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, ഒരു ക്യൂബ് തന്നെ ഇങ്ങനെ ഇരിക്കുക എന്ന് വിചാരിച്ചു. ഒരു ക്യൂബ് തന്നെ ഇങ്ങനെ ഇരിക്കുക. ഓക്കെ,
ഈ ക്യൂബിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 64 സെന്റിമീറ്റർ ക്യൂബാ. ലെങ്തോ സൈഡിന്റെ അതിന്റെ സൈഡോ ഒന്നും തന്നിട്ടില്ല. വേറൊരു ക്യൂബും അതേ ഇത് തന്നെയാണ്. അപ്പൊ വേറൊരു ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതേ കൂടെ തന്നെ അതിന് രണ്ടും ജോയിൻ ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വേറൊരു ക്യൂബ് അതേ ഇതിലുള്ള വേറൊരു ക്യൂബിനെ കൂടെ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം. വേറൊരു ക്യൂബിനെ കൂടെ ഇവിടെ കൺസിഡർ ചെയ്യാം. നോക്കിയോ, ഇതിനെ രണ്ടിനെയും എന്ത് ചെയ്യാം, സൈഡ് ടു സൈഡ് ജോയിൻ ചെയ്ത ഇതിനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ ഇതൊരു ക്യൂബോയിഡ് ആയി മാറത്തില്ലേ? മാറും ഇല്ലേ? അപ്പൊ ആ റിസൾട്ടിങ് ക്യൂബോയിഡിന്റെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലയോ? അപ്പൊ നമുക്ക് ആ റിസൾട്ടിങ് ക്യൂബോയിഡ് ജസ്റ്റ് ഈ ക്യൂബായിട്ട് തന്നെ വരയ്ക്കാൻ നോക്കിയോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ, ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ, അതേപോലെ തന്നെ ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ, ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ, ഇവിടെ നിന്ന് ഇങ്ങനെ, അതേപോലെ തന്നെ ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ, അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ വരച്ചു. അതേപോലെ ഇത് രണ്ടും ജോയിൻ ചെയ്തു. കണ്ടോ? അപ്പൊ രണ്ട് ക്യൂബും ജോയിൻ ചെയ്തു. ഇതിന്റെ വോളിയവും എന്താണ്? 64 സെന്റിമീറ്റർ ക്യൂബാണ്. പക്ഷെ നമുക്ക് വോളിയം ഓഫ് ക്യൂബോയിഡ്, സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡ് കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് ക്യൂബോയിഡിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം, ടോട്ടൽ സർഫസ് ഏരിയ ഉദ്ദേശിക്കുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ 2 ഇൻറ്റു LH പ്ലസ് BH പ്ലസ് LB പ്ലസ്, അല്ലെങ്കിൽ എന്താ 2 ഇൻറ്റു LH പ്ലസ് BH പ്ലസ് LH, അല്ല സോറി, LB പ്ലസ് BH പ്ലസ് LH അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേ? എങ്ങനെ വേണോ എടുത്തോ. 2 ഇൻറ്റു LB പ്ലസ് LH പ്ലസ് BH ആണല്ലോ. പക്ഷെ ഇവിടെ ലെങ്ത് തന്നിട്ടില്ല, ബ്രെഡ്ത്ത് തന്നിട്ടില്ല, ഹൈറ്റ് തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല, അല്ലേ? അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ട്രിക്ക് ഉണ്ട്. എന്താണെന്നറിയോ? നമുക്കറിയാം ഏരിയ, വോളിയം ഓഫ് ക്യൂബ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. വോളിയം ഓഫ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം ഓഫ് ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എ ക്യൂബ് ആണ്, ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോ എടുത്തിരിക്കുന്ന രണ്ട് ക്യൂബിന്റെയും വോളിയം